പ്രിയപ്പെട്ടവരെ, എല്ലാവരും എന്തെടുക്കുവാണ്? വിഷുവൊക്കെ ആഘോഷിച്ച് കഴിഞ്ഞ് എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? പിന്നെ ഞാൻ കുറേ ആയി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇനി എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണം. കൃഷി സംബന്ധമായ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യണം. ഷോർട്സ് ഇട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും കൃഷി സംബന്ധമായ വീഡിയോ ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നതാണ്. അപ്പം ഞാൻ പ്രത്യേകിച്ച് വിഷുവിന് ആർക്കും ഒരു വിഷസൊന്നും അയച്ചിട്ടുണ്ട്. വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിൽ തട്ടിയ നമ്മുടെ സഹപ്രവർത്തകയായ ശ്രീ നിത്യാനന്ദയുടെ ഹസ്ബൻഡ് നിര്യാണപ്പെട്ടത് കാരണം അതിൻ്റെ ഒരു വിഷമവും ആ ഒരു ഷോക്കും ഒക്കെ എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായി കാണും. അത് കാരണം എനിക്ക് അതിനുള്ളൊരു മൈൻഡൊന്നും ഇല്ലായിരുന്നു. പിന്നെ വിഷു ഇങ്ങനെ വന്നങ്ങ് പോയി, അത്രയേ ഉള്ളൂ. പിന്നെ മക്കളൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. പിന്നെന്താ പറയേണ്ടത്? പിന്നെ വെച്ചാൽ ഇപ്പം ഈ ചൂടൊക്കെ കൂടിയ കാലാവസ്ഥയായതുകൊണ്ട് കൃഷി ചെയ്യുന്നവരൊക്കെ ഒന്ന് ചെറിയൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കാരണം നമുക്കൊരു തിരക്കൊന്നും ഇപ്പോൾ ഇല്ല. എങ്കിലും വീണ്ടും ആൾക്കാരൊക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം തൈകളുടെ വിൽപ്പനയൊക്കെ, അതായത് എടുക്കുന്നതൊക്കെ കുറച്ച് നിർത്തിയേക്കാണ്. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സെയിലായില്ലെങ്കിൽ നശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടമൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ മഴ സമയത്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കുക. പയറൊക്കെ നട്ട് കഴിഞ്ഞാൽ പയറുണ്ടായില്ലെങ്കിലും അതിൻ്റെ ഇലയും വള്ളികളും ഒക്കെ എടുക്കുമ്പോൾ തോരൻ വെക്കാൻ പറ്റും. അതുപോലെ വെണ്ട നന്നായിട്ടുണ്ടാകും, വഴുതന ഉണ്ടാകും, തക്കാളി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇലച്ചെടികളൊക്കെ നന്നായിട്ട് കിളിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ ഇല ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ടൈമാണ് മഴ ഉള്ള സമയം. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമുക്ക് ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാം. അതുകൊണ്ട് ആ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്ത് തുടങ്ങുക. അടുക്കളത്തോട്ടം ഒരിക്കലും നമ്മൾ നിർത്തിക്കളയരുത്. അത് നമുക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് ചീരയാണെങ്കിലോ അതുപോലെ മറ്റ് പച്ചക്കറികളൊക്കെ ആണെങ്കിലും പറിച്ചെടുക്കണം. പച്ചമുളക് നന്നായിട്ടുണ്ടാകും, കാന്താരി ഉണ്ടാകും, അതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അതുപോലെ ചീരച്ചേമ്പ് വളരെയധികം ഗുണമുള്ളതാണ്. ചീരച്ചേമ്പ് അതെല്ലാവരും എവിടുന്നേലും ആരുടെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നഴ്സറികളുണ്ട്, ഇവിടെയുണ്ട്, ഞാനിപ്പോൾ എല്ലാവർക്കും കൊടുത്ത് തുടങ്ങുന്നുണ്ട്. ഉണ്ടെങ്കിലൊക്കെ അതൊക്കെ വാങ്ങിക്കണം. അതൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഇതിനിപ്പം 45 വയസ്സ് കഴിയുമ്പോൾ 45 വേണ്ട 40 വയസ്സ് കഴിയുമ്പം തന്നെ ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും വന്ന് തുടങ്ങും. അപ്പം നമ്മുടെ ഭക്ഷണം രീതിയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വളരെയധികം മലിനമായതുകൊണ്ടൊക്കെ, മലിനമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മായം ചേർന്നതായതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഒരു സംഭവിക്കുന്നത്. മരുന്നുകളൊന്നും ഒരു പരിഹാരമല്ല. നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ തിരഞ്ഞെടുക്കുക. നല്ല ഭക്ഷണം തന്നെയാണ് നല്ല ഔഷധം. അപ്പോൾ നല്ല നല്ല വീഡിയോയായിട്ട് ഞാൻ വീണ്ടും വരാം. നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കമൻ്റ് ഇടുന്നൊക്കെ വളരെ കുറവ്. എല്ലാവരും കമൻ്റൊക്കെ ഇടണം. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അതവർക്കും കമൻ്റിടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്ഥാപനം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഹസ്ബൻഡ് എന്നെ സഹായിക്കും. എങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുകയും ഒക്കെ ചെയ്യണം. നല്ല ജോലിയാണ്. ഇവിടെ വന്നാലും എനിക്ക് ഫ്രീ ആയിട്ടൊന്നും ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അതുപോലെ തന്നെ വീട്ടിൽ ചെന്നിരുന്നാലും അത്യാവശ്യം വീട്ടിലെ ജോലികളൊക്കെ ഉണ്ട്. എല്ലാ വീട്ടമ്മമാരെ പോലെ തന്നെ എനിക്കും ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. വിഷുവിൻ്റെ എല്ലാ നല്ല നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും നല്ല നല്ല അനുഭവങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നല്ല ഒരു വിഷു ആശംസയും നൽകുന്നു.